ഇന്ത്യൻ സിനിമ ഒരു നവഭാവുകത്വത്തിലേക്ക് ഉറങ്ങി ഉണരുന്ന കാലമായിരുന്നു അത്. 70കളുടെ അവസാനത്തിലാണ് ഉറച്ച പെൺശബ്ദങ്ങൾ ഇന്ത്യൻ സിനിമയുടെ ഇടനാഴിയിൽ മുഴങ്ങി തുടങ്ങിയത്. സിനിമയുടെ പരമ്പരാഗത രീതികളെ ഉടച്ചു വാർത്തെടുത്ത ആ പുതുവസന്തകാലം ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ മികച്ച സംഭാവനയായിരുന്നു സ്മിത പാട്ടീൽ. 1955 ഒക്ടോബർ 17 മഹാരാഷ്ട്രയിലാണ് സ്മിത പാട്ടീൽ ജനിച്ചത്. ദൂരദർശനിൽ അവതാരകയായിട്ടായിരുന്നു കരിയറിൻ്റെ തുടക്കം. പിന്നീട് ശ്യാംബനഗലിൻ്റെ സിനിമയിലൂടെയാണ് ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നുവരുന്നത്. 70കളുടെ അവസാനത്തിലും 80കളിലും ഹിന്ദി സമാന്തര സിനിമകളിൽ സ്മിത ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യം തന്നെയായിരുന്നു. 1977 ഭൂമിക എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് സ്മിതയ്ക്ക് ലഭിച്ചു. ഗോവിന്ദ് നിഹാലിനി, ശ്യാം ബനഗൽ, മൃണാൾ സെൻ, സത്യജിത് റായ്, രമേഷ് സിപ്പി തുടങ്ങി നിരവധി പ്രശസ്ത സംവിധായകരുടെ സിനിമകളിലൂടെ സ്മിത തൻ്റെ അഭിനയ മികവ് തെളിയിച്ചുകൊണ്ടിരുന്നു. പ്രശസ്ത സംവിധായകൻ ജി അരവിന്ദൻ സംവിധാനം ചെയ്ത ചിദംബരം എന്ന സിനിമയിൽ നായികയായിക്കൊണ്ട് മലയാള സിനിമയിലും സ്മിത തൻ്റെ സാന്നിധ്യം അറിയിച്ചു. 2 തവണ ദേശീയ പുരസ്കാരവും 1 തവണ ഫിലിംഫെയർ പുരസ്കാരവും ലഭിച്ചു. 1985 രാജ്യം സ്മിതയെ പത്മശ്രീ നൽകി ആദരിച്ചു. തിരശീല പങ്കിട്ട് ഒടുവിൽ അക്കാലത്തെ ഹിറ്റ് നായകൻ രാജ്ബബ്ബാറുമായി സ്മിത പ്രണയത്തിലായി. ഒരിക്കൽ വിവാഹിതനായിരുന്ന രാജ്ബബ്ബാറുമായി വൈകാതെ വിവാഹവും നടന്നു. തുടർന്ന് തൻ്റെ മകന് ജന്മം നൽകി ആഴ്ചകൾ തികയും മുൻപാണ് 1986 ഡിസംബർ 13 തൻ്റെ 31ാം വയസ്സിൽ പ്രസവവുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ മൂലം സ്മിത പാട്ടീൽ ജീവിതത്തോട് വിട പറഞ്ഞത്. 31ാം വയസ്സിൽ കടന്നുപോയെങ്കിലും ഇന്നും നായിക എന്ന സങ്കല്പത്തിൻ്റെ വിവിധങ്ങളായ അർത്ഥതലങ്ങൾ തേടുമ്പോൾ തീക്ഷ്ണമായ സൗന്ദര്യവും നിഗൂഢമായ ഭാവങ്ങളും അസാമാന്യ അഭിനയ സിദ്ധിയുമായി വന്ന് കടന്നുപോയ സ്മിത പാട്ടീൽ എന്ന നായികയെ നമുക്ക് ഓർക്കാതിരിക്കാനാവില്ല.